സിറോ മലബാർ സഭയിൽ പൊട്ടിത്തെറി. സിനഡിനെതിരെ കടുത്ത വിമർശനവുമായി CMI സന്യാസ സഭ. മെത്രാൻ സ്ഥാനം അലങ്കരിക്കുന്നവരെ ബഹുമാന വചനങ്ങൾ ഉപയോഗിച്ച് ഇനി വിശേഷിപ്പിക്കില്ല. വിശ്വാസികളുടെ ഇടയിൽ മെത്രാൻ സ്ഥാനത്തിന്റെ വിഗ്രഹങ്ങൾ വീണുടഞ്ഞെന്നും സഭ മുഖപത്രം. അനിൽ ജോർജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനിൽ, കടുത്ത ഭാഷയിൽ തന്നെയാണ് മെത്രാന്മാർക്കെതിരായിട്ടുള്ള വിമർശനം ഉയർന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് മുഖപത്രത്തിൽ പറയുന്നത്? സ്വാതി, അടുത്ത ദിവസം മുതൽ സിറോ മലബാർ സഭയുടെ നിർണായകമായ സിനഡ് സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സിനഡ് സമ്മേളനത്തിന് മുമ്പായി രണ്ട് ചേരികളായി മെത്രാൻ സമിതി തന്നെ തിരിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. കൽദായ ചേരിയും കൽദായ വിരുദ്ധ ചേരിയും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിൽ കൽദായ ചേരിയോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുകയാണ് CMI സഭ. CMI സഭ എന്നത് സിറോ മലബാർ സഭയിലെ ആദ്യ തദ്ദേശീയ സന്യാസ സമൂഹമാണ്. വലിയ തോതിലുള്ള അംഗബലമുള്ള സന്യാസ സഭ കൂടിയാണ് ഇത്തരത്തിൽ CMI സഭ. ഈ CMI സഭയുടെ ഒരു അംഗമായ ജെയിംസ് പാമ്പാറ എന്ന വൈദികനാണ് സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടപടിയെടുക്കുന്ന സ്പെഷ്യൽ ട്രൈബ്യൂണലിൻ്റെ ജഡ്ജിയായി പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ മെത്രാൻ സിനഡിൻ്റെ കോടതി ചില ഉത്തരവുകൾ പുറത്തിറക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് മെത്രാൻ സിനഡിനെ തന്നെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ CMI സഭ രംഗത്തെത്തിയിരിക്കുന്നത്. CMI സഭയുടെ മുഖപത്രമായ കർമ്മല കുസുമത്തിൻ്റെ മുഖപ്രസംഗമാണ് ഇത്തരത്തിൽ കടുത്ത ഭാഷയിൽ മെത്രാൻ സിനഡിനെ വിമർശിക്കുന്നത്. നിങ്ങൾ മെത്രാൻ സിനഡ് കൂടുമ്പോൾ ഇനി കന്യാസ്ത്രീ പീഡനം നടന്നു എന്നതിനെക്കുറിച്ച് ഓർത്ത് ഞെട്ടി എന്ന വാർത്ത ഞങ്ങൾക്ക് വേണ്ട. ഒപ്പം തന്നെ വെളിച്ചെണ്ണ വില ഉയരുന്നു, റബ്ബറിൻ്റെ താങ്ങുവില താഴെ പോകുന്നു തുടങ്ങിയ രീതിയിലുള്ള വാർത്താക്കുറിപ്പുകളും ഞങ്ങൾക്ക് ആവശ്യമില്ല. നിലവിൽ സിറോ മലബാർ സഭയിൽ പരിഹരിക്കേണ്ടതായ കുർബാന തർക്കം പരിഹരിക്കുക, അതാണ് വേണ്ടതെന്നും അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റു വഴികൾ നോക്കൂ എന്നുമാണ് മെത്രാന്മാരോട് പറയുന്നത്. ഒപ്പം തന്നെ മെത്രാന്മാർ എന്ന വിഗ്രഹങ്ങൾ വിശ്വാസികളുടെ മനസ്സിൽ ഉടഞ്ഞു പോയിരിക്കുന്നു. അതിനാൽ ഇനി മെത്രാന്മാരെ മാർ എന്നോ അല്ലെങ്കിൽ ബഹുമാനീയരെന്നോ അതുപോലെ തന്നെ ബിഷപ്പെന്നോ പിതാവെന്നോ ഒക്കെയുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് വിളിക്കില്ല. അത് വിളിക്കേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്ന രീതിയിലാണ് കടുത്ത വിമർശനം ഉയർന്നിരിക്കുന്നത്. ഇതോടെ നാളെ മുതൽ നടക്കുന്ന സിറോ മലബാർ സഭാ സിനഡിൽ വ്യക്തമായ നിലയിൽ ചേരി തിരിഞ്ഞ മെത്രാന്മാർ ഈ വിഷയത്തിൽ നിലപാടെടുക്കും എന്ന കാര്യം ഉറപ്പാണ്. കൽദായ വിരുദ്ധ ചേരിക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനിയാണെങ്കിൽ കൽദായ ചേരിയിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ചേരിക്ക് നേതൃത്വം നൽകുകയും ഈ വിഷയത്തിൽ കുർബാന തർക്ക വിഷയത്തിൽ കൽദായ ചേരിയുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്യുന്നത് ബിഷപ്പ് തോമസ് പാടിയത്താണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള വിമർശനം ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനിക്കെതിരെ ഉണ്ടാകും. സിനഡ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഒപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖ്യ വികാരി ജനറൽ സ്ഥാനത്തു നിന്നും മാർ ജോസഫ് പാമ്പ്ലാനിയെ മാറ്റി നിർത്തുക എന്ന ഒറ്റ ലക്ഷ്യവുമായിട്ടായിരിക്കും കൽദായ ചേരി നാളത്തെ സിനഡിൽ നിലയുറപ്പിക്കുക.